നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട താമര വെള്ളച്ചാൽ ഊരിലെ പ്രഭാകരന്റെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ഗഡു മന്ത്രി കെ രാജൻ കൈമാറി. കനകമല കലേടം ശ്രീ മഹാദേവ വിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടഞ്ഞതിലുള്ള വിരോധത്താൽ ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുന്നേലിപ്പടിയിൽ വെച്ച് യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ഒരാളെ ആളൂർ പോലീസ് പിടികൂടി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹാൻഡ്ബോൾ വനിതാ കിരീടം സഹൃദയ കോളേജിന്. കൊടകര സെന്റ് ഡോൺ ബോസ്കോ വിദ്യാലയത്തിലെ ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ റോബോട്ടിക് ഫെസ്റ്റും ജോസഫ് AI എന്ന റോബോട്ട് പ്രദർശനവും നടത്തി. വാർത്തകൾ വിശദമായി. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട താമര വെള്ളച്ചാൽ ഊരിലെ പ്രഭാകരന്റെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ഗഡു മന്ത്രി കെ രാജൻ കൈമാറി. വ്യാഴാഴ്ച രാവിലെയാണ് മന്ത്രി പ്രഭാകരന്റെ വസതിയിലെത്തി കുടുംബത്തിന് 5 ലക്ഷം രൂപ നൽകിയത്. തൃശൂർ ADM-ഉം പീച്ചി വൈൽഡ് ലൈഫ് DFOയും സംഭവം സ്ഥിരീകരിച്ച് അറിയിച്ച ഉടനെ മന്ത്രിസഭാ യോഗത്തിൽ ഉൾപ്പെടെ വിഷയം അവതരിപ്പിച്ചുവെന്നും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വനം, റവന്യൂ മന്ത്രിമാരും വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരും അടിയന്തരമായി കൂടിയാലോചന നടത്തിയെന്നും റവന്യൂ മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രി തുടർന്ന് 2 മന്ത്രിമാരോടും റവന്യൂ മന്ത്രിയോടും ഫോറസ്റ്റ് മന്ത്രിയോടും അടിയന്തരമായി കൂടിയാലോചിച്ച് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ കൈക്കൊള്ളണം എന്ന് നിർദ്ദേശിക്കുന്നു. തുടർന്ന് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ മുറിയിൽ തന്നെ റവന്യൂ, വനം വകുപ്പ് മന്ത്രിമാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും യോഗ അടിയന്തരമായി ചെയ്യുകയാണ്. കാടിനകത്താണ് ഈ ദുരന്തം ഉണ്ടായത് എന്നതിനാൽ വനാവകാശ നിയമവും സർക്കാരിന്റെ നിലപാടും അനുസരിച്ചും ആദിവാസി കുടുംബാംഗം എന്ന നിലയിൽ ഏതു വിധേന സഹായിക്കാം എന്ന് യോഗം പരിശോധിച്ചു. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരമായും 1 ലക്ഷം രൂപ ഇൻഷുറൻസായും നൽകാനാണ് തീരുമാനിച്ചത്. സർക്കാരിന്റെ തുക ലഭ്യമാകുന്നതിന് മുമ്പ് തന്നെ 5 ലക്ഷം രൂപ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിയിൽ നിന്ന് മുൻകൂർ സംഘടിപ്പിച്ചാണ് അടിയന്തരമായി നൽകിയത്. മരണവുമായി ബന്ധപ്പെട്ട് മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയും ശേഷിക്കുന്ന നഷ്ടപരിഹാരവും ഇൻഷുറൻസ് തുകയും നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കളക്ടറുടെ നിർദ്ദേശിച്ചതനുസരിച്ച് ബുധനാഴ്ച രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായുള്ള പ്രത്യേക ഉത്തരവ് ഇറക്കിയിരുന്നു. ഡോക്ടറുടെ ലഭ്യത തടസ്സമായി വന്നെങ്കിലും പോലീസിനെ ഉപയോഗപ്പെടുത്തി രാത്രി തന്നെ ഡോക്ടറെ സ്ഥലത്തെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. മറ്റുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതിന് വനം, റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1 ആൺകുട്ടിയും 2 പെൺകുട്ടികളും ഉൾപ്പെടുന്ന കുടുംബമാണ് മരിച്ച പ്രഭാകരൻ്റേത്. പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാമുണ്ട്. അത് ഗൗരവത്തിലെടുത്ത് സംസ്ഥാന സർക്കാരിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കഴിയാവുന്ന മുഴുവൻ സഹായങ്ങളും ചെയ്യുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. കനകമല കലേടം ശ്രീ മഹാദേവ വിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം പ്രസിഡന്റ് മോഹനൻ കുണ്ടോളി കൊടിയേറ്റം നിർവഹിച്ചു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഉത്സവത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 23 ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് മേച്ചിറ, മിനിനഗർ, കനകമല എന്നീ ദേശങ്ങളിൽ നിന്ന് തണ്ടികവരവ് ഉണ്ടായിരിക്കും. ചൊവ്വാഴ്ച രാവിലെ നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, ഉഷപൂജ, ശ്രീരുദ്രം ധാര, വൈകിട്ട് 7-ന് ചുറ്റുവിളക്ക്, നിറമാല, ദീപാരാധന, പ്രസാദശുദ്ധി, തിരുവാതിരക്കളി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കും. ശിവരാത്രി ദിവസമായ ഫെബ്രുവരി 26 ബുധനാഴ്ച രാവിലെ 5-ന് നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, ഉഷപൂജ, രുദ്രാഭിഷേകം, പഞ്ചവിംശതി കലശാഭിഷേകം, ശിവപുരാണ പാരായണം, ഉച്ചപൂജ എന്നിവ ഉണ്ടായിരിക്കും. തുടർന്ന് രാവിലെ 9 മണിക്ക് നടക്കുന്ന ശീവേലിയിൽ പാറമേക്കാവ് അയ്യപ്പൻ തിടമ്പേറ്റും. കൊടകര ഉണ്ണി മേളത്തിന് നേതൃത്വം നൽകും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കാഴ്ചശീവേലി, ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, സഹസ്രനാമാർച്ചന, ചന്ദനം ചാർത്ത്, അത്താഴപൂജ, താലിവരവ്, വെളുപ്പിന് 12 മണി മുതൽ പിതൃബലി തർപ്പണത്തിനുള്ള സൗകര്യവും എന്നിവയും ഉണ്ടായിരിക്കും. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടഞ്ഞതിലുള്ള വിരോധത്താൽ ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുന്നേലിപ്പടിയിൽ വെച്ച്
യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ഒരാളെ ആളൂർ പോലീസ് പിടികൂടി. ആളൂർ വെള്ളാഞ്ചിറ സ്വദേശി ഇല്ലത്തുപറമ്പിൽ വീട്ടിൽ 18 വയസ്സുള്ള മുഹമ്മദ് ഷഹീൻ ആണ് പോലീസ് പിടിയിലായത്. കയ്പമംഗലം സ്വദേശിയായ 41 വയസ്സുള്ള ജൂബിനെയാണ് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരി 18-ാം തീയതി വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. ജുബിൻ ജീവനക്കാരനായുള്ള പുന്നേലിപ്പടിയിലുള്ള കാറ്ററിംഗ് യൂണിറ്റിലേക്ക് 5 പേർ അതിക്രമിച്ച് കടന്ന് ജുബിനെ ഇരുമ്പുവടി കൊണ്ട് അടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കാറ്ററിംഗ് ജോലിക്ക് വരുമ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് എന്ന് ജുബിൻ പറഞ്ഞതിലുള്ള വിരോധത്താലാണ് ഇവർ ജുബിനെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഷഹീനെ ആളൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ആളൂർ പോലീസ് ഇൻസ്പെക്ടർ ബിനീഷ് KM, സബ് ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ, സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ബാബു TR, സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ്, ആഷിഖ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പിടികൂടിയത്. കോട്ടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ വെച്ച് നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വനിതാ വിഭാഗം ഹാൻഡ്ബോൾ മത്സരത്തിൽ ആതിഥേയരായ സഹൃദയ കോളേജ് ജേതാക്കളായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് 2ാം സ്ഥാനവും, സെൻറ് ജോസഫ് കോളേജ് ഇരിഞ്ഞാലക്കുട 3ാം സ്ഥാനവും, പ്രൊവിഡൻസ് കോളേജ് കോഴിക്കോട് 4ാം സ്ഥാനവും നേടി. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ വിപിൻ G എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. സഹൃദയ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ റവൻ സിബിൻ വാഴപ്പള്ളി, കായിക വകുപ്പ് മേധാവി ഡോക്ടർ പോൾ ചാക്കോ എന്നിവർ സംസാരിച്ചു. കോട്ടകര സെന്റ് ഡോൺ ബോസ്കോ വിദ്യാലയത്തിലെ ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ റോബോട്ടിക് ഫെസ്റ്റും ജോസഫ് AI എന്ന റോബോട്ട് പ്രദർശനവും നടത്തി. തൃശൂർ കൈറ്റ് മാസ്റ്റർ ട്രെയിനർ സിന്ധുമോൾ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക സിസ്റ്റർ സംഗീത സ്വാഗതം പറഞ്ഞു. സെന്റ് ജോസഫ് കോളേജ് BVOC മാത്തമാറ്റിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിഭാഗം അധ്യാപിക അഞ്ജു P ഡേവിസ് ക്ലാസ് നയിച്ചു. ചടങ്ങിൽ കുട്ടികൾ നിർമ്മിച്ച ട്രാഫിക് സിഗ്നൽ, ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ്, ഡാൻസിംഗ് LED, റോബോഹെൻ, LPG ലീക്കേജ് ഡിറ്റക്ടർ എന്നിവയുടെ പ്രദർശനവും സംഘടിപ്പിച്ചു. കൈറ്റ് മിസ്ട്രസ്മാരായ ജോമോൾ ബാസ്റ്റിൻ, സിസ്റ്റർ നോയൽ CHF എന്നിവർ നേതൃത്വം നൽകി. ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗുണ്ടയായ പൊരുന്നംകുന്ന് സ്വദേശിയായ തറയിൽ വീട്ടിൽ 29 വയസ്സുള്ള മനുവിനെ കാപ്പ ചുമത്തി തടവിലാക്കി. ഇയാൾക്ക് കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2022-ൽ ഒരു അടിപിടി കേസും, ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമ കേസും, ഒരു സ്കൂട്ടർ തീവച്ച് നശിപ്പിച്ച കേസും, 2024 വർഷത്തിൽ മറ്റൊരു വധശ്രമ കേസും, ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2024 വർഷത്തിൽ അടിപിടി കേസ് അടക്കം 5ഓളം ക്രിമിനൽ കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ആളൂർ പോലീസ് ഇൻസ്പെക്ടർ ബിനീഷ് KM, സബ് ഇൻസ്പെക്ടർ ഗിരീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ലിജോ, അനിൽകുമാർ, സുജീഷ് മോൻ, അനീഷ് എന്നിവർ കാപ്പ ചുമത്തുന്നതിലും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനും നേതൃത്വം നൽകി. ദേശീയപാത കൊടകര ഉളുമ്പത്തുകുന്നിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയാണ് പുതുക്കാട് ഭാഗത്തുനിന്നും ചാലക്കുടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന 2 ബസ്സും ഒരു മിനി ലോറിയും അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയിലേക്ക് അലക്ഷ്യമായി പ്രവേശിച്ച ഓട്ടോയിൽ ഇടിക്കാതിരിക്കാൻ ടൂറിസ്റ്റ് ബസ് പെട്ടെന്ന് ബ്രേക്ക് ഇടുകയായിരുന്നു. തുടർന്ന് പുറകിലൂടെ എത്തിയ മറ്റൊരു സ്വകാര്യ ബസ് മിനി ലോറിയും ഒന്നിനു പിറകിൽ ഒന്നായി ഇടിച്ചു. ആർക്കും പരിക്കില്ല. കൊടകര പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മഹാശിവരാത്രിയോടനുബന്ധിച്ച് പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ശിവ അവതരണ വിളംബര സന്ദേശയാത്രയ്ക്ക് കൊടകര പുനിലാർക്കാവ് ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. ക്ഷേത്രം മേൽശാന്തി പത്മനാഭൻ തിരുമേനി സ്വീകരിച്ചു. പുനിലാർക്കാവ് ദേവസ്വം സെക്രട്ടറി E രവീന്ദ്രൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം പ്രനില ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. ബ്രഹ്മകുമാർ ശിവരാമൻ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന യാത്ര ഫെബ്രുവരി 10 ഗുരുവായൂരിൽ നിന്ന് ആരംഭിച്ച് മാർച്ച് 3 എറണാകുളത്ത് സമാപിക്കും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,070 രൂപ, പവന് 64,560 രൂപ.
പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട താമര വെള്ളച്ചാൽ ഊരിലെ പ്രഭാകരന്റെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ഗഡു മന്ത്രി കെ രാജൻ കൈമാറി. കനകമല കലേടം ശ്രീ മഹാദേവ വിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടഞ്ഞതിലുള്ള വിരോധത്താൽ ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുന്നേലിപ്പടിയിൽ വെച്ച് യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച ഒരാളെ ആളൂർ പോലീസ് പിടികൂടി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹാൻഡ്ബോൾ വനിതാ കിരീടം സഹൃദയ കോളേജിന്. കൊടകര സെന്റ് ഡോൺ ബോസ്കോ വിദ്യാലയത്തിലെ ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ റോബോട്ടിക് ഫെസ്റ്റും ജോസഫ് AI എന്ന റോബോട്ട് പ്രദർശനവും നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.